എന്റെ മോനൊന്ന് പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്ന് കുറഞ്ഞേനെ. ഈ മുടിഞ്ഞ വീട്ടിൽ പണിയെടുത്തെങ്കിൽ നടുമുടിയാറായി. തുണിയലക്കണം പഠിച്ചു കാരണം കഷ്ടപ്പാടിടുവേ. മുടിഞ്ഞ വീട്ടിൽ പണിയെടുത്തെങ്കിൽ നടുമുടിയാറായി. തുണിയലക്കണം പഠിച്ചു കാരണം കഷ്ടപ്പാടിടുവേ. അതെങ്ങനെയാ? അച്ഛനെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, പണ്ടങ്ങാണ്ട് ബാലയുടെ രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പുള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്കാം. ഒരു പണിക്കും പോകത്തില്ല, മകനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ ഒന്ന് കണ്ടു വന്നേ. മഹാരാജാവ് എഴുന്നിരുന്നു മുഴുന്നേ എഴുന്നള്ളുണ്ടേ. വാടി മറിയക്കുട്ടി നീയാണെന്റെ തങ്കക്കട്ടി എന്നും നീയാണെന്റെ പൊന്നും കട്ടി. നീ എന്റെ കരമുത്തല, നീ എന്നെ കാണുമ്പോഴെന്നെ വിളിക്കല. എന്നെ കണ്ടാൽ രാഗാദേവി കുടിക്കാനിച്ചിരി കഞ്ഞിരാടി. മനുഷ്യ എന്ത് ആരുമില്ലേ? ഇവിടെ എങ്ങും ആരുമില്ല. അല്ല, ആരുമില്ലാന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിപ്പിച്ച ആരെവിടെയും ആ പണിച്ചം പാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അത് എവിടെയാണ്? എവിടെയാന്നോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. 100 തവണ കടുത്ത മേല. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്, നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ തന്നെ വിളിക്കുന്നോ? എന്തിന് നീ എന്നെ വിലയില്ലാത്ത രാജാവാക്കി മാറ്റി? എന്നാൽ നീ അന്തപ്പുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെ നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ 4 പേരും ചൂത് കളിക്കാരായിരുന്നു. അവരെ പോലെയാടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയവന്മാരെ ഒപ്പിച്ച പോരെ? എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? ഓ എന്റെ പൊന്നു മഹാരാജാവേ, നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരികയോ? എന്താ വരാതെ പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോടി? വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. വരാതെ പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോടി? വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. രാവിലെ 7 പട്ടിയാണ് എന്റെ പട്ടിനെ പറ്റിച്ചേർന്നു. ഇത് കല്യാണ ബ്രോക്കർ ആണോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. ഓഹോ, സംപൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ നിർത്തൂ. അയ്യോ ഇതാരാ? അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലേക്കാരനാടാ പാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് വെച്ചാൽ ഈ നാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്? ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ടായിരുന്നു. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷെ എനിക്കിട്ടടിക്കല്ലേ. കാർത്തിക ശ്രേഷ്ഠ, അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ ഒരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെയാ ഈ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളി പോലൊരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട്
ഈ നിൽക്കുന്ന മൂങ്ങയല്ലേടോ താൻ കെട്ടിച്ചു തന്നത്? മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായും പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകൾ അന്തിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, സ്ത്രീധനം വേണ്ടോളം കിട്ടിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, എസ് ജാനകിയാണവൾ, ദലീമയാണവൾ. മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണവൾ. സിമ്പൽ അടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താൽ എന്താ കുഴപ്പം? എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, തലമണ്ട തല്ലിപ്പൊളിക്കും. എന്നോട് ചൂടായെന്നാലവളെ ചുടുകട്ടയ്ക്കെറിഞ്ഞൊഴിക്കും, വെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് നടക്കുന്ന യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. പുരുഷൻ കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ആ പുരുഷൻ കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല തല്ലുകൊണ്ടെന്നാലും വിളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദക്ക് അറിഞ്ഞോളാം കേട്ടോ. അല്ല എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പം തന്നെ ഇവിടെ കിട്ടും. ഈശ്വരാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, ഭ്രാന്ത, നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, ഹലോ, അയ്യോ, ഇന്നത്തെ ഡോക്ടറിന്റെ ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്നത്തെ എണ്ണ കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. Yes, 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 my only daughter. Okay, bye bye. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. ആരാ? നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷെ ഏതാ ഈ ഹനുമാൻ? ആരാണെന്ന് ഈ വിക്രീഡത്തോട് പുലപ്പിക്കൊടുക്കൂ. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലുള്ള മകൻ, ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിണ്ട തുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ടതാകാതീരികൾ, അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പഞ്ഞ കാണും ചെറുക്കൻ ശ്യാമളൻ മാമഴൻ. വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ടതാകാതീരികൾ. കാര്യമെങ്കിലൊക്കെയാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്, വിദ്യാഭ്യാസം. ജോലിഫിക്കേഷൻ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി, എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരു കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൾ ആന. അല്ല, ഭാഷ വഴിയിടാൻ മറന്നുപോയതാ. ആനി. അതാരാ? കണ്ടാലേ ഈ നാട്ടുകാരെല്ലാവരും ഓടി വിളിക്കും. അത്രയ്ക്ക് വൃത്തിയിട്ടവനല്ലേ? മഹാരാജാവേ,
പച്ചത്തെറി കൈക്കെടുത്താൽ കൂമ്പിനിടി പാത്തപ്പന് പോലീസില്ല ജോലി നാട്ടിലുള്ളൊരു കേസ് മൊത്തം കണ്ടവന്റെ തലയിൽ വെച്ച് കാശു വാങ്ങി കേസൊതുക്കൽ ഹോമി വാശിയുള്ളൊരേമാൻ വിഷയുള്ള കേമൻ അക്കിയെടുത്തണിഞ്ഞാൽ വെറുപെടക്കാനില്ല മുക്കിലന്ന് ദേഷ്യം വന്നാൽ ഉടനെ വിളി തള്ളത്തുതള്ളൻ വാക്കുറന്നാൽ തെറി പറയും കൊത്തി ചുണ്ടി പേടിപ്പിക്കും കൊത്തി നിന്നാൽ പിടിച്ചുടനെ ലോകത്തിലാക്കും. ഓഹോ, അത്രയ്ക്ക് കെങ്കേമലാണെങ്കിൽ നമ്മെ ഒന്ന് മുഖം കാണിക്കാൻ പറയൂ. സത്യമല്ല, ആരാളുകള് തകർന്ന് സാറിന്റെ മകളെ കാണാൻ വന്ന ചെറുക്കന്റെ തന്തയാണെന്ന്. Yes, I am the father of your Maimon, okay? ഓഹോ, അത് ശരി. എന്റെ മകളെ കസ്റ്റഡിയിൽ എടുക്കാൻ വന്നാണല്ലേ? ഇങ്ങോട്ട് മാറിക്കണ. എവിടെയാണ് നിങ്ങളെ കൂടി ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ചെറുക്കൻ കാറിനകത്ത് അണിഞ്ഞൊണങ്ങിയിരിക്കുകയാണ്. അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പോയി തൊണ്ടി സഹിതം പൊക്കിക്കൊണ്ട് വാടാ. Yes, sir. എല്ലാരും കൂടി എന്നെ പഠിപ്പിക്കണം. പോയി കൊടുത്തോടാ. ആ, പിന്നെ എല്ലാരോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മകളെ മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ തോന്നിയവാസം കാട്ടിയെന്നാൽ നിന്റെ മോളയാനും പഞ്ചറാകും. എന്റെ മോളെ നല്ല പോലെ നോക്കിയില്ലേ കുവാടും. ലോകപ്പിൽ കൊണ്ടുപോയി മേക്കപ്പ് അഴിച്ചു വെച്ച് മുട്ടൻ പിടിയിടിക്കും ഞാൻ. നട്ടലിൽ സെന്ററിലെ മർമ്മത്തിലാക്കി കൊണ്ട് അഞ്ചെട്ട് കുത്തു ഞാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് സമയം കളയാതെ പെണ്ണിനെ വിളിക്കേ. അതിനു മുമ്പ് ചെറുക്കനെ വിളിക്കണം. മഹാരാജാവിന്റെ ധീമന്തപുത്രൻ പട്ടുണ്ണിക്കുമാരൻ ഇതാ എഴുന്നള്ളുന്നേ. ഹര ഹരോ ഹര ഹര. എന്റെ അമ്മോ, ഞാൻ പോലീസ്. നീ ഓടരുത്, ചാടരുത്, പേടിക്കരുത്. ഇത് നീ കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പൻ. എടാ, നിന്റെ പെണ്ണിന്റെ അപ്പനാടാ അപ്പൻ. അപ്പാപ്പ പെണ്ണെവിടെ? അപ്പാപ്പനോ? അപ്പ പെണ്ണെവിടെ? അവള് കുളിക്കുക. എന്നാ ഞാൻ പോയി കണ്ടിട്ട് വരാം. തൊണ്ടി സാധനം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. മനസ്സിലായ? മോളെ ലോകത്തിന് ഇറക്കി വിടേ. ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ട സ്ഥിതിക്ക് അവരവിടെ നിന്ന് ലാത്തി അടിക്കട്ടെ. നമുക്ക് അപ്പുറത്ത് പോയി ലാത്തി ചാർജ് നടത്താം. എന്ത്, നമ്മെ തല്ലിക്കൊല്ലാൻ പോവുകയാണോ? എടോ, വിവരമില്ലാത്ത രാജാവേ, എന്തോ? നമുക്ക് അപ്പുറത്ത് പോയി ചായ കുടിക്കാന്നാണ് സാറ് പറഞ്ഞത്. ചായ കുടിച്ച് തീരും വരെ എനിക്കും എന്റെ സംഘത്തിനും 5 നിമിഷം വിശ്രമം. ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചായ. പിന്നെ എന്നെ ഇഷ്ടമായോ?
പോയി. ചേട്ടൻ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ പെണ്ണെ, ഞാൻ ചായ കുടിക്കുമ്പോ നിങ്ങളുടെ പട്ടി എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? അത് പിന്നെ അവന്റെ പാത്രത്തിൽ ചായ കുടിച്ച അവൻ ചേട്ടനെ നോക്കാതിരിക്കോ? അല്ല പെണ്ണെ, നിനക്കെന്താ പണി? തയ്യലാ. പോക്കറ്റ് അടിക്കുവോ? പോക്കറ്റ് മാത്രല്ല, കയ്യും വെട്ടും കഴുത്തും വെട്ടും. ചേട്ടൻ്റെ തുണിയുടെ. ഞാൻ പേടിച്ചു പോയി. പെണ്ണെ, നിനക്ക് എന്നെ ഇഷ്ടമായോ? ചേട്ടനൊരു പുസ്തകമായിരുന്നെങ്കിൽ ഞാൻ എന്റെ മാറോട് ചേർത്ത് പിടിച്ചേനെ. പെണ്ണെ, നീ ഒരു ഡയറി ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ നിന്നെ എനിക്ക് മാറ്റാമായിരുന്നു. ചേട്ടാ, എന്താ? ചേട്ടനൊരു കരിമ്പായിരുന്നെങ്കിൽ എനിക്ക് ചവച്ചരച്ച് തുപ്പാമായിരുന്നു. കൊള്ളാലോ. അതൊക്കെ പോട്ടെ. പെണ്ണെ, എന്റെ കൂടെ താമസിക്കാൻ ടൂറ് പോകാം പെൺകൊടി. ഊട്ടി വഴി തേക്കടിക്കൊരു കൂട്ടു വരൂ പെൺകൊടി. മുംബൈ കാണാടി, പുറകെ താജ്മഹൽ കാണാടി, ഗോവ കാണാടി, അവിടെ ബീച്ചിലൊന്ന് കറങ്ങാടി. ഒരുങ്ങി വന്നാൽ നമുക്ക് ഓൾ ഇന്ത്യ ചുറ്റാടി. അയ്യോ, ടൂറ് പോയാലേ എന്റെ അച്ഛൻ കേസ് കൊടുക്കും. ഞാൻ കിട്ടുന്ന പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് നിന്റെ അച്ഛൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? ഇതിന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പോലീസുകാർ എടാ മൂന്നാണ് ഇവിടെ വേണം. ബ്രോക്കറെ, ഈ ഒന്നും എത്രയാണ്? രണ്ട്. എന്നാലേ ഈ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് ടൂർ പോകുന്നതിന് ഈ പോലീസുകാരൻ എന്തിനാ കേസ് കൊടുക്കുന്നത്? മോനെ പൊന്നു മോനെ, പോലീസുകാരൻ കേസ് കൊടുക്കൂന്ന് പറഞ്ഞത് അസത്യമാണ്. അസത്യം. ആര് പറഞ്ഞത് അസത്യമാണെന്ന്? ആ സത്യം ഞാൻ തുറന്ന് പറയാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ രസതന്ത്രം പഠിപ്പിക്കുന്ന സാറിന്റെ കൂടെ ഒരു രസത്തിന് ടൂർ പോയപ്പോഴും, മത്തായി ചേട്ടന്റെ കൂടെ ഒരാഴ്ച മൈസൂർ ടൂർ പോയപ്പോഴും, പിന്നെ കനകാപുരം ചേട്ടന്റെ കൂടെ കൊടൈക്കനാലിൽ ടൂർ പോയപ്പോഴും ഈ അച്ഛൻ കേസ് കൊടുത്താണ് വിളിച്ചോണ്ട് വന്നത്. എടോ രാജാവേ, ഈ കല്യാണം നടന്നാൽ എന്താ കുഴപ്പമൊന്നും? അത് ശരി, ഇത്രയും പേരുടെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണെ എന്റെ മോന്റെ തല കെട്ടിവെക്കാനല്ലേ പാവം? നിർത്ത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഈ തരുണിമണിയെ കിട്ടിയാൽ എന്താ കുഴപ്പം? എടോ കോന്തൻ രാജാവേ, തന്റെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ പെൺകോന്തൻ, അവൻ ഈ നാട്ടിലെ മുഴുവൻ പൊമ്പിള്ളേരെയും പുറകെ നടന്ന് അടി കൊണ്ടിട്ടുള്ളവനല്ലേടോ. അതുകൊണ്ട് ഇവന് ചേരുന്ന പെണ്ണ് ഇവള് തന്നെ. അതുകൊണ്ട് മകനെ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ പെൺകുട്ടിയെ നിനക്ക് കിട്ടിയത് നിന്റെ സൗഭാഗ്യമാണ്. സൗഭാഗ്യം. അതെ, കാർത്തിക ശിരോമണി, ഇവളെ കിട്ടിയാൽ നമ്മുടെ പുത്രന് എന്ത് സൗഭാഗ്യമാണ് കൈവരുന്നത്? പറഞ്ഞു തരാം. നമ്മളൊരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി ഒരു പേസ്റ്റ് വാങ്ങിയാൽ ഒരു ബ്രഷ് ഫ്രീ, അപ്പോൾ ഒരു ബ്രഷ് വാങ്ങിയാൽ ഒരു സെറ്റ് പല്ല് ഫ്രീ. അതുപോലെ ഈ പെണ്ണിനെ കിട്ടിയ നിനക്കുമുണ്ട് ഒരു കൊച്ചു ഫ്രീ. എനിക്ക് കൊച്ചു ഫ്രീ ഒന്നും പോരാ, എനിക്കൊരു വലിയ ഫ്രീ വേണം. എടാ മണ്ട, ഈ പെണ്ണിനെ കെട്ടിയ ഇവക്കടെ 4 വയസ്സുള്ള ഒരു മുഴുത്ത കൊച്ചിനെ നിനക്ക് ഫ്രീ. അതെ, ഒരു മാർജിൻ ഫ്രീ കുട്ടി ഫ്രീ. നാം സന്തുഷ്ടനായി. നമ്മുടെ കുലമഹിമയ്ക്ക് ചേർന്ന പുത്രവധുവിനെ കിട്ടിയതിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. ആരിവിടെ? കൊട്ടാരം നർത്തകിമാർ വരട്ടെ, വാദ്യഘോഷങ്ങൾ മുഴങ്ങട്ടെ, വിവാഹം സമംഗളം കൊണ്ടാടട്ടെ. അതെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കല്യാണം അടിച്ച് പൊളിക്കാം. അങ്ങാടി പാട്ടിന്റെ ഗോവിന്ദ ശങ്കരത്തിൽ പഞ്ഞെത്തി മംഗളം ഗോവിന്ദ പോലോ രാധ സ്ഥാനം കൊണ്ടെന്ന നേരം നെഞ്ചിൽ തുള്ളാട്ടം